എടാ നീ പെട്ടെന്ന് കയറ്. നീ എത്ര കാശ് ഇടണം എന്നുള്ളത് എൻ്റെ വിഷയമേ അല്ല. കയറിയാൽ മതി നീ അവിടുന്ന്. ഞാൻ പറഞ്ഞു നിൻ്റെ അടുത്ത്, നീ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതി. സംഭവം എനിക്ക് ബിസിനസ് എനിക്ക് പെട്ടെന്ന് തുടങ്ങിയേ പറ്റുള്ളൂ. ഇല്ല മാറ്റി വയ്ക്കാനൊന്നും പറ്റുന്നില്ല. ബിസിനസ് തുടങ്ങണം, അത്രേ ഉള്ളൂ. എത്ര നീ പെട്ടെന്ന് കയറി. നീ ഉടനെ ബിസിനസ് തുടങ്ങാൻ പോണ? തുടങ്ങും. നല്ലത് കിട്ടും മാമ, നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചാ. നീ ആരോട് വാശി എടുക്കാനാ ഈ കയ്യിരിക്കണ കാശെടുത്ത് പാർട്ട്ണർക്ക് കടം കൊടുത്ത് കൂട്ടു ബിസിനസ് തുടങ്ങാൻ പോണത്? അടുത്തുള്ള ആവശ്യമില്ല, എനിക്ക് ജീവിക്കണം. നീ ജീവിച്ചോ? ജീവിക്കണം എന്നുണ്ട് ആരെങ്കിലും പറഞ്ഞോ? ഈ ഒറ്റയ്ക്കാണ് ബിസിനസ് തുടങ്ങണേ കുഴപ്പമില്ലായിരുന്നു. ഇയാൾ എത്ര വർഷമായിട്ട് അറിയാം നിനക്ക് ഈ പാർട്ട്ണറെ? 2-3 വർഷമായിട്ട് അറിയാം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ മോലൊക്കെ കണ്ടവന്മാരെ കൊണ്ടുപോകാൻ പോകണം. അങ്ങനെ കൊണ്ടുപോകാനൊന്നും പോകണില്ല. കൊണ്ടുപോകാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല. എടാ ഈ പാർട്ട്ണറെ അയാളുടെ വീട് എവിടെയാ? അയാളുടെ വീട് കണ്ണൂർ. കണ്ണൂർ എവിടെ? കണ്ണൂർ തന്നെ. കണ്ണൂരാ കാസർഗോഡാ ആർക്കറിയാം? ഒരു കാര്യം ചെയ്യ്, അയാൾ വരൂല്ലേ ഇവിടെ? വരുമ്പോ അയാളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. എന്തിനാ സംസാരിക്കണത്? സംസാരിക്കൊന്നും വേണ്ട, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പാർട്ട്ണറെ ഇവിടെ വിളിച്ചോണ്ട് വന്ന് മീറ്റിംഗ് കൂടാൻ സമ്മതിക്കൂല. അതൊക്കെ അങ്ങ് പടവലത്ത്. അത് ഞാൻ തീരുമാനിക്കാം എവിടെ വെച്ച് മീറ്റിംഗ് നടത്തണമെന്നുള്ളത്. അയാൾ വരുമ്പോ വരാൻ പറയണേ. ഇല്ല, ഞാൻ ആരും വരാനൊന്നും പറയാനൊന്നുമില്ല. എനിക്കറിയാം സംസാരിക്കാൻ വേണ്ടി. എന്നാ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തേക്കാം എല്ലാ കാര്യം വിളിച്ചിട്ട്. എനിക്ക് എന്തായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് തീരുമാനം എടുത്തൂടെ? നിന്റെ തീരുമാനം നമ്മളോട് ചോദിക്കണല്ലേ പറഞ്ഞോളൂ. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണേ എടുത്തോ. എന്നോട് അഭിപ്രായം ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. അവന് ആകാരം കയറിയേക്കണ്. എടി നീരു, നിനക്ക് എന്തിന്റെ കേടാണ്? നീ എന്തിനാ അവന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അവൻ തോന്നിയ പോട്ടെ, അവസാനം കാണാം. കുറെ നേരമല്ല അവസാനം കാണാന്ന് പറഞ്ഞു. എന്തോ കാണാം അവസാനം കാണണ്ടേ? അവസാനം കാണാന്ന്. ചേച്ചി, നീ നിന്റെ ഭർത്താവിന് മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞ എന്താ തെറ്റ്? നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. ചേച്ചി കുട്ടുമാമ, ഇപ്പൊ ഈ സംസാരിച്ചത് ഇത് വലിയൊരു പ്രശ്നം. അതുകൊണ്ട് കുട്ടുമാമൻ ആദ്യം ഒന്ന് കാമാവ്, എന്നിട്ട് നമുക്ക് ഇരുന്ന് ആലോചിക്കാലോ പാർട്ണർ വേണോ വേണ്ടോന്നൊക്കെ. ഇരുന്ന് ആലോചിക്കാൻ വേണ്ടിട്ടും ഞാൻ നിന്റെ അടുത്ത് വല്ല അഭിപ്രായങ്ങളും ചോദിച്ചായിരുന്ന എപ്പോഴെങ്കിലും? ഇത് അച്ഛൻ പറയുന്നത് കറക്റ്റാ. എന്തോന്ന് കറക്റ്റ്? കുട്ടുമാമന് കുറച്ച് കുട്ടുമാമൻ കുറച്ച് മാറിപ്പോയി. ദേ മുടിയൊക്കെ വളർന്ന് താടിയൊക്കെ വളർന്ന്. അമ്മയാണോ നീലു? യവൻ എന്തെങ്കിലും സംഭവിച്ച് മാമനോ മാമയോ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്ന ഞാൻ ബന്ധം മുറി സംസാരിക്കും. എന്തോ പറ്റാൻ വേണ്ടിട്ട്? അത് അവസാനം കാണാടാ. ചേച്ചി ഇത് കേട്ടാ? എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞോളാം. എന്തോന്ന് അവസാനം കാണാന്ന്? എല്ലാരും കൂടെ ഭ്രാന്ത് പഠിപ്പിക്കുക എന്നെ. കുട്ടുമാമ, ഇതിപ്പോ അവസാനം എന്താവും? എന്തോന്ന് അവസാനം? എന്താണ് അവസാനം? പറ. എന്തോന്നാവാ? അത് അവസാനം കാണാം. നീലേ, നീ ഒന്നും പറയണ്ട, അവസാനം കാണാം. ചേച്ചി പോടക്ക. എന്റെ പുറകെ അടുക്കള കയറി വരാനാണെങ്കിൽ ശ്രീകുട്ടം മുട്ടുകാരെ തന്നെ ഓടിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയാനില്ല. നീ ഇങ്ങനെ പോയാ അവസാനം കാണാം. അവസാനം എല്ലാരും പോയാ 4 വഴിക്ക്